Good morning. Today going to talk about understanding healthcare consumer behavior. മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് ഇൻ ഹെൽത്ത് കെയർ എന്നുള്ള സബ്ജക്റ്റിലെ തേർഡ് യൂണിറ്റിലെ പോർഷനാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കൺസ്യൂമർ ബിഹേവിയർ ഇൻ ഹെൽത്ത് കെയർ റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് ബൈ വിച്ച് ഇൻഡിവിജ്വൽസ് ഫാമിലീസ് ഓർ ഓർഗനൈസേഷൻ റെക്കഗ്നൈസ് ഹെൽത്ത് നീഡ്സ്, സെർച്ച് ഫോർ സൊല്യൂഷൻ, ഇവാലുവേറ്റ് പ്രൊവൈഡേഴ്സ്, മേക്ക് ചോയ്സസ് ആൻഡ് യൂസ് ഹെൽത്ത് കെയർ സർവീസസ്. കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ കൺസ്യൂമേഴ്സ് എങ്ങനെയാണ് ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങാനായിട്ട് സെർച്ച് ചെയ്യണത്, അതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഹെൽത്ത് കെയറിലാവുമ്പോൾ ഇൻഡിവിജ്വൽസ് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും ഓർഗനൈസേഷൻ ആണെങ്കിലും നമ്മുടെ ഹെൽത്ത് നീഡ്സ് എന്താണെന്ന് തിരിച്ചറിയുക, അതുപോലെ അതിനുള്ള സൊല്യൂഷൻസ് അന്വേഷിക്കുക, ആരൊക്കെയാണ് ഇത് പ്രൊവൈഡ് ചെയ്യണതെന്ന് ഇവാലുവേറ്റ് ചെയ്യുക, മേക്ക് ചോയ്സസ് ആൻഡ് യൂസ് ഹെൽത്ത് കെയർ സർവീസ്, ആരൊക്കെയാണ് ഇത് സർവീസ് പ്രൊവൈഡ് ചെയ്യണേ എന്നുള്ളത് ചൂസ് ചെയ്യുക. നമ്മൾ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ ഡോക്ടേഴ്സ് ഉണ്ട്, നല്ല ഡോക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് അനലൈസ് ചെയ്യുന്നു. അതിൽ നല്ല ഡോക്ടേഴ്സിനെ നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നു. അപ്പം അതാണ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത്. സെവറൽ ക്യാരക്ടേഴ്സ് മേക്ക് ഹെൽത്ത് കെയർ കൺസ്യൂമർ ബിഹേവിയർ. ഹെൽത്ത് കെയറിൽ മാത്രമുള്ള കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ കൺസ്യൂമറുടെ പെരുമാറ്റം അല്ലെങ്കിൽ പ്രതികരണം, കൺസ്യൂമർ എങ്ങനെയാണ് പെരുമാറുന്നത്, അതാണ് ഇവിടെ ബിഹേവിയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹെൽത്ത് കെയറിലുള്ള കൺസ്യൂമർ ബിഹേവിയറിൻ്റെ ചില യുണീക്ക് ഫീച്ചേഴ്സ് ഉണ്ട്, അവർക്ക് മാത്രമുള്ള ചില ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്. ഹൈ ഇമോഷണൽ ഇൻവോൾവ്മെൻറ്റ്. ഇവിടെ നമുക്ക് ഹൈ ഇമോഷണൽ ഇൻവോൾവ്മെൻറ്റ് ഉണ്ട്. ഫിയർ, ഹോപ്പ്, ആങ്സൈറ്റി, അർജൻസി, ഷേപ്പ് ഡിസിഷൻ മേക്കിംഗ്. നമുക്ക് ആ പേടിയും ഭയമൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ നന്നായി ആലോചിച്ചിട്ടാണ് അതിലൊരു തീരുമാനം എടുക്കുന്നത്. ഇൻഫർമേഷൻ അസിമെട്രി. പേഷ്യൻ്റ് ഓഫൺ റിലേ ഓൺ എക്സ്പേർട്സ് ഡ്യൂ ടു ലിമിറ്റഡ് മെഡിക്കൽ നോളജ്. നമുക്കതിനെപ്പറ്റി കൃത്യമായിട്ട് അറിയാത്തതുകൊണ്ട് നമ്മൾ എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരോട് ചോദിച്ചിട്ടാണ് നമ്മൾ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നത്. അതാണ് അസിമെട്രി എന്ന് പറയുന്നത്. അതായത് നമുക്ക് ആരാണോ എക്സ്പേർട്ടായിട്ട് തോന്നുന്നത് അവരിൽ നിന്നാണ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക. തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ്. ഫിസിഷ്യൻ, ഫാമിലി മെമ്പേഴ്സ്, ഇൻഷുറൻസ്, എംപ്ലോയീസ് ആർ എഫക്റ്റ് ദ ഡിസിഷൻ. അവരൊക്കെ നമ്മുടെ തീരുമാനത്തെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ലോങ് ടേം ഇംപ്ലിക്കേഷൻ. ചോയ്സസ് ക്യാൻ ബി ലൈഫ് ചേഞ്ചിങ് കോൺസിക്വൻസ്. അതായത് അത് കുറേ കാലത്തേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു അസുഖമൊക്കെ ആണെങ്കിൽ അത് നമ്മൾ കുറേ കാലത്തേക്ക് മെഡിസിൻസ് കഴിക്കുന്നതൊക്കെ ആണെങ്കിൽ അത് ലോങ് ടേം ആയിട്ടുള്ള ഒരു ഇംപ്ലിക്കേഷൻ ഉണ്ട്. ട്രസ്റ്റ് ആൻഡ് ക്രെഡിബിലിറ്റി. ഡിസിഷൻ റിലേ ഹെവിലി ഓൺ പെർസീവ്ഡ് കോമ്പിറ്റൻസീസ് ആൻഡ് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ്. അവിടെ നമ്മൾ മെയിനായിട്ട് നോക്കുക വിശ്വാസമുള്ള സ്ഥലമാണ് മെയിനായിട്ട് നോക്കുക. അതായത് കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡുള്ള കോമ്പിറ്റൻസി, എത്തിക്കൽ സ്റ്റാൻഡേർഡൊക്കെ ഫോളോ ചെയ്യുന്ന, മോറൽ വാല്യൂസൊക്കെ ഫോളോ ചെയ്യുന്ന നല്ല ഓർഗനൈസേഷനാണ് നമ്മൾ ആദ്യം പ്രിഫർ ചെയ്യുന്നത്. അതാണ് ഹെൽത്ത് കെയറിലെ കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത്. ഇനി സ്റ്റേജസ് ഓഫ് പേഷ്യൻ്റ് ഡിസിഷൻ മേക്കിംഗ് ജേർണി. ഈ ഡിസിഷൻ എടുക്കുന്നത് എങ്ങനെയാണ്, ഒരു ഡോക്ടറെ അപ്രോച്ച് ചെയ്യണോ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യണോ എന്നുള്ള ഡിസിഷൻ എടുക്കുന്നതിനുള്ള സ്റ്റേജസ് ആണ് പറയുന്നത്. പ്രോബ്ലം റെക്കഗ്നിഷൻ. എ സിംറ്റം, എ ഡയഗ്നോസിസ്, പ്രിവെൻറ്റീവ് ഓർ ട്രിഗേഴ്സ് അവയർനെസ് ഓഫ് ഹെൽത്ത് ഇഷ്യൂ. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുകയാണെങ്കിൽ, സിംറ്റംസ് കാണുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതാണ് നമ്മുടെ പ്രോബ്ലം. സോഴ്സ് ഓഫ് പേഴ്സണൽ ഒബ്സർവേഷൻ ചെയ്യും. അഡ്വൈസ് ഫ്രം അതേഴ്സ്, സ്ക്രീനിങ്. നമ്മൾ ടെസ്റ്റ് നടത്തി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അഡ്വൈസ് കേട്ടിട്ട് ഇങ്ങനെ സ്ഥിരമായിട്ട് തലവേദന വരുന്നുണ്ട്, അപ്പോൾ ഇത് ഇന്ന അസുഖമായിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റുള്ളവരുടെ അഡ്വൈസ് അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒബ്സർവ് ചെയ്യുമ്പോൾ തോന്നുകയാണ് അബ്നോർമലാലിറ്റി, എന്തെങ്കിലും നമ്മൾക്ക് അബ്നോർമലായിട്ട് തോന്നുകയാണെങ്കിൽ അതൊക്കെയാണ് പ്രോബ്ലം റെക്കഗ്നിഷൻ. ഇനി ഇൻഫർമേഷൻ സെർച്ച്. പേഷ്യൻ്റ് സീക്ക് ഡീറ്റെയിൽസ് അബൌട്ട് പോസിബിൾ കോസസ്, ട്രീറ്റ്മെൻറ്റ് ആൻഡ് പ്രൊവൈഡ്. നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാൽ അതിൻ്റെ കാരണങ്ങൾ, ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആയിട്ടുള്ളത്, ആരൊക്കെയാണ് ഈ ട്രീറ്റ്മെൻറ്റ് എവിടേക്ക് കിട്ടുക എന്നുള്ളത് നമ്മൾ അന്വേഷിക്കും. ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിൻ്റെ അടുത്ത്, ഫ്രണ്ട്സിൻ്റെ അടുത്ത്, ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്ത്, ഓൺലൈൻ പ്ലാറ്റ്ഫോം, കമ്മ്യൂണിറ്റി റിസോഴ്സ്, അവിടേക്കാണ് നമ്മൾ അന്വേഷിക്കുക. സോഴ്സസ് എന്ന് ഉദ്ദേശിക്കുന്നത് അത് കിട്ടാനുള്ള മേഖലകളാണ്. ഇനി ഇവാലുവേഷൻ ആൻഡ് ഓൾട്ടർനേറ്റീവ്. കമ്പയറിംഗ് ഹോസ്പിറ്റൽ, ക്ലിനിക്, ഡോക്ടേഴ്സ്, തെറാപ്പീസ് ആൻഡ് ബേസ്ഡ് ഓൺ ആക്സസബിലിറ്റി, എക്സ്പെർട്ടൈസ്, റെപ്യൂട്ടേഷൻ, കോസ്റ്റ്, പെർസീവ്ഡ് ക്വാളിറ്റി. നമ്മൾ ഉദ്ദേശിക്കുന്ന ക്വാളിറ്റി, അതിൻ്റെ ചിലവ്, എന്തൊക്കെ തെറാപ്പികൾ എവിടേക്ക് അവൈലബിൾ ആണ്, അതൊക്കെ നമ്മൾ അസസ് ചെയ്യും. ഡിസിഷൻ ആൻഡ് ആക്ഷൻ. അത് കഴിഞ്ഞ് നമ്മൾ തീരുമാനം എടുക്കുക. സെലക്ടിങ് പ്രൊവൈഡർ ഓർ ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഷെഡ്യൂളിങ് അപ്പോയിൻമെൻറ്റ് ഓർ പ്രൊസീജിയർ. എന്നിട്ട് നമ്പർ ബുക്ക് ചെയ്യുക, അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പോസ്റ്റ് സർവീസ് ഇവാലുവേഷൻ. റിഫ്ലക്റ്റിംഗ് ഓൺ കെയർ ക്വാളിറ്റി, ഔട്ട്കം, കമ്മ്യൂണിക്കേഷൻ ആൻഡ് കോസ്റ്റ്, ഇൻഫ്ലുവൻസ് ഫ്യൂച്ചർ ചോയ്സസ് ആൻഡ് വേർഡ് ഓഫ് മൗത്ത് റെക്കമെൻഡേഷൻസ്. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളിത് നമുക്കുണ്ടായിട്ടുള്ള ഒപ്പീനിയൻസ്, ഔട്ട്കം, കമ്മ്യൂണിക്കേഷൻ, അത് നമ്മൾ മറ്റുള്ളവർക്ക് റെഫർ ചെയ്ത് കൊടുക്കും. വേർഡ് ഓഫ് മൗത്ത് റെക്കമെൻഡേഷൻസ് ചെയ്യും. ഇൻഫ്ലുവൻസിങ് ഫാക്ടേഴ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. ഇനി എന്തൊക്കെ ഫാക്ടേഴ്സാണ് പേഷ്യൻറ്റിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്? ഡെമോഗ്രാഫി, ഏജ്, ജെൻഡർ, എഡ്യൂക്കേഷൻ, ഇൻകം, കൾച്ചർ ബാക്ക്ഗ്രൗണ്ട്, അതാണ് ഡെമോഗ്രാഫി എന്ന് പറയുന്നത്. സൈക്കോഗ്രാഫി എന്ന് പറയുന്നത് ഹെൽത്ത് ബിലീഫ്, റിസ്ക് ടോളറൻസ്, ലൈഫ് സ്റ്റൈല്, പേഴ്സണൽ വാല്യൂ.
സൈക്കോഗ്രാഫിക് ആയിട്ട്, അതായത് നമ്മുടെ റിസ്ക് എത്രമാത്രമുണ്ട്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ്, പേഴ്സണൽ വാല്യൂ, അതൊക്കെ അനുസരിച്ചാണ് ഏത് ഹോസ്പിറ്റലിൽ വേണം, ഏത് ഡോക്ടറെ കാണിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത്. അതുപോലെ നമ്മുടെ ഏജ്, ജെൻഡർ, എഡ്യൂക്കേഷൻ അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പെർസീവ്ഡ് സിവിയറിറ്റി, ദ അർജൻസി ഓർ സീരിയസ് ഓഫ് ദ കണ്ടീഷൻ, നമ്മൾ അത് എത്രമാത്രം സിവിയർ ആണ് എന്നുള്ളതിനനുസരിച്ച് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ് കാണും. ട്രസ്റ്റ് ഇൻ പ്രൊവൈഡർ, റെപ്യൂട്ടേഷൻ, ക്രെഡൻഷ്യൽസ് ആൻഡ് ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, അതായത് നമ്മളെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ക്രെഡൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസയോഗ്യമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ്, അതനുസരിച്ചാണ് നമ്മൾ പ്രൊവൈഡറിൽ ട്രസ്റ്റ് ചെയ്യുന്നത്. കോസ്റ്റ് ആൻഡ് കവറേജ്, അഫോർഡബിലിറ്റി, ഇൻഷുറൻസ് നെറ്റ്വർക്ക്, പേയ്മെൻറ്റ് ഫ്ലെക്സിബിലിറ്റി, അതിനുള്ള ചിലവുകളും കൂടി നമ്മൾ കൺസിഡർ ചെയ്യും. കൺവീനിയൻസ്, ലൊക്കേഷൻ, അപ്പോയിൻമെൻറ്റ് അവൈലബിലിറ്റി, വെയിറ്റിംഗ് ടൈം, നമുക്ക് ഏത് ടൈമാണ് പറ്റിയത്, അതുപോലെ തന്നെ ലൊക്കേഷൻ എവിടെയാണ്, അപ്പോയിൻമെൻറ്റ് എങ്ങനെയാണ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. സോഷ്യൽ ഇൻഫ്ലുവൻസ്, റെക്കമെൻഡേഷൻ ഫോർ പിയർ ഗ്രൂപ്പ്, പിയർ, ഫാമിലി, ട്രസ്റ്റഡ് പ്രൊഫഷണൽ, നമ്മുടെ ഒപ്പമുള്ള ആൾക്കാരിൽ നിന്ന്, ഫാമിലിയിൽ നിന്ന്, ട്രസ്റ്റഡ് പ്രൊഫഷണൽസ്, നമുക്ക് അതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാരിൽ നിന്ന് അഭിപ്രായം ചോദിക്കും. ഡിജിറ്റൽ ഫുട് പ്രിൻറ്റ്, ഓൺലൈൻ റിവ്യൂ നടത്തും. റേറ്റിംഗ്, വിസിബിലിറ്റി ഓഫ് സെർച്ച് റിസൾട്ടൊക്കെ സെർച്ച് ചെയ്തതിന് ശേഷം അതൊക്കെയാണ് നമ്മൾ പേഷ്യൻറ്റ് ഒരു ഡിസിഷൻ എടുക്കാൻ, ഏത് ഹോസ്പിറ്റലിൽ എവിടെ കാണിക്കണം, ഏത് ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം എന്നുള്ളൊക്കെ ഡിസിഷൻ എടുക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഓക്കെ, താങ്ക് യു.